വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗുരുവായൂർ ട്രിപ്പ്, പാലക്കാട് ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ഫുട്ടേജൊക്കെ എടുക്കാൻ മറന്നുപോയി. സോ നമ്മൾ ഗുരുവായൂർ വരെ എത്തി. ഇപ്പം ഗുരുവായൂരിൽ നിന്ന് നമ്മൾ വിട്ടു. നമ്മൾ ഇപ്പോൾ പാലക്കാടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ. വാച്ച് ദ വീഡിയോ അൺടിൽ എൻഡ്. ഇതൊക്കെ ഉണ്ടാ നറൂട്ടോൻ്റെ ഹെഡ് ബാൻഡ്, കുനായി, ഷുറിക്കൺ എല്ലാം ഉണ്ട്. നല്ല പാർസനെ കടലിൽ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയാണ്. ഫുൾ വൈബാണ്. നമ്മൾ ഗൂഗിൾ അമ്മയുടെ സഹായത്തോടെ നമ്മളിത് ഇങ്ങനെ പോവാണ് പാലക്കാടേക്ക്. ഈ ഏരിയ നമ്മൾ ഈ റൂട്ടിലെ കൂടി ആദ്യമായിട്ടാണ് പോകുന്നത്. അച്ഛനുണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്. കുതിരയാൻ യോ എത്തി ഓ വലിയ തുരങ്കം ഇത്. ഇങ്ങനെ പോവാ, കണ്ടിയ രസമായിട്ട് പോവാ. ഈ റൈറ്റ് ഒന്നുമില്ലെങ്കിൽ നല്ല ചെക്കി ഫുൾ ഇരുടായിട്ട് ഉണ്ടാവും. സത്യം, നമ്മള് മലേന്റെ ഉള്ളിൽ കൂടി പോവാ. പെട്ടെന്ന് വിളിച്ച വന്നപ്പോ കണ്ണെന്താ പോയി. ഇവിടെ നാച്ചുറൽ ഏരിയ ഓക്കെ. വൈബന്നെ. നമ്മളിപ്പോ എവിടെയോ ഉണ്ട്. വേറെ വൈബ് ഏരിയ, ഒരു ഓപ്പൺ ആയിട്ടുള്ള വൈബ് ഏരിയ. അപ്പുറത്തെ സൈഡ് തൃശ്ശൂർ, ഇപ്പുറത്തെ സൈഡ് പാലക്കാട് എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവില് തോന്നുന്നത്. അപ്പൊ നമ്മളിപ്പോ പാലക്കാട് എത്തി. പാലക്കാട് ഇങ്ങനെ പോവുകയാണ് ഗൈസ്, പോവുകയാണ്. കുറച്ച് ഇരുടാവാൻ തുടങ്ങിയ സ്ഥലമല്ല. എന്താ ആകാശം നോക്കി നമ്മളിങ്ങനെ പോവാൻ. സമയം ഇപ്പം 3:11 ആയുള്ളൂ. പക്ഷെ 7 മണിയെ ഫീലല്ലേ? 7 മണിയല്ല, ഒരു 5 മണി 6 മണി ഫീല്. വീഡിയോയിൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കുറച്ച് ഇരുട്ടായിട്ട് 3 മണി അത്ര എന്താ ഫോക്കസ് ആവത്തെ. 3:12 അത്ര. പക്ഷെ പുറത്ത് പോകുന്നത് അയ്യോ ഫോക്കസ് പുറത്ത് പോകുന്നതിനേക്കാണ് ഒരു 3:12 ഫീലേ ഇല്ല. ചെറിയ പള്ളി
ഗൈസ് കുന്നരം നോക്കിയേ. അയ്യോ രസമുണ്ടല്ലേ. മലനെല്ലാം കേറണം. ബ്യൂട്ടിഫുൾ. അവിടെ ഇരിക്കുന്നു എല്ലാം കൂടി മറഞ്ഞു. ഫുൾ വൈബല്ലേ. വൈബ് പെട്രോൾ പമ്പ്. നല്ല വാളയാർ പരമശിവന്റെ അടുത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാളയാർ ചെക്ക് പോസ്റ്റും സ്പിരിറ്റ് നടത്തിക്കൊണ്ട് നമ്മളിതാ തമിഴ്നാട് എത്തിയിരിക്കുന്നു. കേരളയിൽ നിന്ന് സ്പിരിറ്റ് എടുത്തിരിക്കുന്ന വാളയാറിലെത്തി. അതായത് എന്താ പറയാ, തമിഴ്നാട്ടിലേക്ക് നമ്മള് പരമശിവത്തിന്റെ എന്താ പറയാ ഓർമ്മയ്ക്കായി നമ്മൾ സ്പിരിറ്റ് നടത്തിക്കൊണ്ട് ഇതാ പോകുന്നു. തമിഴ്നാട്ടിലെത്തി ഗൈസ്, സ്പിരിറ്റ് എടുത്തോണ്ട്. തമിഴ്നാട്ടിലെത്തി. ആ മലേന്റെ അപ്പുറം കേരള, മലേന്റെ ഇപ്പുറം തമിഴ്നാട്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? പിന്നെ തമിഴ്നാട് എത്തുമ്പോഴേക്കും മഴയൊക്കെ തുടങ്ങി. ഗ്ലാസ് നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. അമ്മ വൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല വൈബ് വരുന്നുണ്ട്. നല്ല സ്മൂത്ത് റോഡ്. വാളയാർ പരമശിവം, വി ആർ വെയിറ്റിംഗ് ഫോർ യു. റൈറ്റ്. തമിഴ്നാടെത്തി. In 400 meters, turn left to stay on Palatharai Road. തമിഴ്നാട് ഇഷ്ടം. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് തമിഴ്നാട്ടിലെ കൂടി. തമിഴ്നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഇത് മാത്രമേ എനിക്ക് പിടിക്കാനുള്ളൂ. തമിഴ്നാട്ടിലെ ഫുൾ പമ്പ്. നാട് ഒരു പാലത്തിന്റെ മേലല്ല അങ്ങോട്ടൊക്കെ ഒരു വലിയ മലയില ഫുൾ വീട്. അതിന്റെ മേലെ എന്തോ വലിയ സാധനമുണ്ട്. നമ്മളിതായിപ്പോ ഇങ്ങനെ വഴിയേറ്റി വട്ടം കറങ്ങി നമ്മളിപ്പോ വട്ടം കറങ്ങിയപ്പോ ഏതോ കുഞ്ഞു അയ്യോ അമ്മേ ഫുൾ ബമ്പുള്ള അവിടെ എവിടെയും 10 മീറ്റർ ഇപ്പൊ ബമ്പുള്ള ഓരോരോ കുഞ്ഞു വീടെല്ലാം ഒരു കോളനി പോലത്തെ ഏരിയ റോഡിലേക്ക് കൂടെ നമ്മളിങ്ങനെ പോവാൻ. അയ്യോ ഭയങ്കര എന്തോ ഒരു കുഞ്ഞു സ്ഥലം പോലെ ഫീലാവുന്നില്ല. കുഞ്ഞു സ്ഥലം തന്നെയാണ് കണ്ടോ. പിന്നെ ദൂരെ കാഴ്ച നോക്കുന്നുണ്ടെങ്കിൽ നല്ല മലയൊക്കെ ഉണ്ട്. പക്ഷെ
നമ്മള് അരമണിക്കൂറോടെ എത്തേണ്ടത് വഴി തെറ്റി ഗൂഗിളമ്മ ചതച്ചു. നമ്മളിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞാൽ പോലും എത്തില്ല. അങ്ങനത്തെ അവസ്ഥ പോയി കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഏത് അട്ടപ്പാടി റോഡിലെ കൂടി നമ്മളെ ഗൂഗിളമ്മ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ്. In 500 meters, turn left onto Kovaipudur Main Road. ഒരു ശ്വാസം കിട്ടുന്ന റോഡിലെത്തി. വലിയ റോഡ്. ഇത്ര നേരം ഒരു കറക്റ്റ് ഇത്ര സൈസ് ഉണ്ടായുള്ളൂ. ചെറിയ വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡായിരുന്നു. ഹൈവേ കണ്ടുപിടിച്ചു ഗൈസ്. എന്നെ അവനായി ഗൂഗിളമ്മേന്ന് വിശ്വസിച്ചൂടാ. ഇനിയും പോകാനുണ്ട് 20 കിലോമീറ്റർ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നേരെ ഇങ്ങനെ ഇരുടാൻ തുടങ്ങി. 5:45 6 മണിയാവണ്ട നമ്മളവിടെ എത്തൂല. വണ്ടിയാണെങ്കിൽ ഇപ്പൊ എല്ലാം പോന്നു. നമ്മളിത് ആ ഒരു ഒറ്റ മലേനെ 3 പ്രാവശ്യം ചുറ്റി പോന്ന്. അതാ 16 കിലോമീറ്റർ. അപ്പൊ 16 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. പകല് കാണണം എന്നായിരുന്നു ആഗ്രഹം. പകലിനുള്ളിൽ എത്താൻ നോക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, മലയിലുണ്ട് പോകുന്നത്. ചിലപ്പോ അങ്ങനത്തെ ഏതെങ്കിലും മലന്റെ മേലായിരിക്കും ആദിയോഗി. ഈശയിലെത്തി. ഈശ ആദിയോഗിന്റെ എന്തോ സാധനം എന്തോ ഭാഗം. ഇതാണ് ആദിയോഗി. ഓ ഗൈസ്, ആദിയോഗിയിലേക്ക് എൻട്രൻസ്. In 600 meters, turn right. ഫുൾ ആംബിയൻസ്. അവിടെ ഹനുമാനിലുണ്ട് കേട്ടോ. ഹനുമാനെന്തോ മ്യൂസ് ചെയ്യാവുന്നു. അവിടെ വലിയ മലയാണ്. അതാ മോനെ ഫുൾ നാച്ചുറൽ ഏരിയ. മല ഒച്ചെല്ലാം കേട്ടോ പക്ഷേ. ഓ ആ മല നോക്കി. ഓ ബ്യൂട്ടിഫുൾ. ഫുൾ വൈബ് ഏരിയ വേസ്റ്റ്. അതാണ് നമ്മൾ ആദ്യ യോഗി. ഒയ്യോ ഇത്ര വലുതാ. പിന്നെ അടിപൊളി ആംബിയൻസ് ചെയ്യുക. മോനെ മാർവലസ്. അയ്യോ എന്ത് വൈബ് ഏരിയ. അതാ അങ്ങനെ കോടയൊക്കെ ഉണ്ട്. മയിലെല്ലാം കരയുന്ന സൗണ്ട്, പക്ഷി കരയുന്ന സൗണ്ട്. യോ പൊന്നു വൈബ്. അവിടെ ഫുൾ കോടി. ഫുൾ വൈബാ. എൻ്റെ മോനെ വിഷയം. നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കട്ട വെയിറ്റിങ്. എന്താ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരിലുണ്ട്. എന്താ ചോദിച്ചാല് ബാക്കില് നമ്മുടെ ശിവന്റെ ഉള്ളിലെ കൂടി എന്താ പറയാ ലൈറ്റ് ഷോ ഒക്കെ വരുന്നുണ്ട്. ബാക്കിൽ ലൈറ്റ് അത് വല്ലാതെ ഷോ. അപ്പോൾ ഈ ലൈറ്റ് ഷോ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പറ്റും നോക്കട്ടെ. ഓക്കെ, ഇവിടെ ശിവന്റെ ലൈറ്റ് ഷോ നടക്കാൻ പോവാണ്. നമ്മളിവിടെ ചെറിയ ഷോപ്പിൽ നിന്ന് ചായ ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഫുൾ ഈടാക്കും. എന്നിട്ട് ശിവന്റെ ഉള്ളിലെ കൂടി ലൈറ്റൊക്കെ ഇങ്ങനെ ക്ലീൻ ആവും. സ്റ്റോറിയൊക്കെ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. പൊളിയാ. തുടങ്ങി ഓൾമോസ്റ്റ് തുടങ്ങി. ലൈറ്റ് കുറച്ച് ബ്ലിങ്ക്. കാതിലിന് ലൈറ്റ് കത്തി. ഇപ്പൊ തുടങ്ങും. ഈ പ്രതിമ 2018 നിർമ്മിച്ചത്. ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ നേടിയ ഒരു പ്രതിമയാട്ടോ ഇത്.
പിന്നെ എന്താ വെച്ചാല് ഈ പ്രതിമ ഇതിന്റെ ബോഡിയും ആ ചന്ദ്രക്കലയും എല്ലാം ഉണ്ടാക്കിയത് സ്റ്റീലിനെ കൊണ്ടാട്ടോ. അതായത് മെയിൻ സ്റ്റീലിനെ കൊണ്ട് ഉണ്ടാക്കിയതും പിന്നെ ആ ലൈറ്റ് കാണാൻ വേണ്ടിട്ട് ഈ കാണുന്ന ജനങ്ങൾ മൊത്തം ഇരിക്കുന്നതും. കൃത്യം 7 മണി. Namaskaram. We welcome you all to Adiyogi Divya Darshanam. Adiyogi Divya Darshanam is a profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and யோக அறிவியலை உலகமெங்கும் கொண்டு சென்ற நிகழ்வையும் கண்கவர் 3D ஒளிக்காட்சியாக வழங்குகிறது ஆதியோகி 3D light show. തുടങ്ങി ഗൈസ് തുടങ്ങി. തൃക്കൺ ഓപ്പൺ ചെയ്തു. തൃക്കൺ കാന്താരിയാ ആ മുടിയെല്ലാം കളർ വരുന്ന എവിടെ ഓ ഐറ്റം എവിടേക്ക് മിന്നലുണ്ട് ഗൈസ്. എത്രയാ ഫോൺ നോക്കിയേ. മിന്നലുണ്ട്. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adiyogi. നീലശിവൻ മിന്നലുണ്ട്.
his stillness lasted for Sorna years Shivan. on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. പാമ്പ് പാമ്പ് ആ ശിവൻ കണ്ണൂടുന്ന He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi, reveling in ecstatic states, said, "I want to have what you have. Show me the way."
Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Ghanas, his constant companions, asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. Yoga Yoga Yogeswaraya.
Shambha Shambha Namaskaram. We are glad to announce that cultural offerings and Adiyogi Divyadarshanam will happen every day at 7 p.m. whenever നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് അടിച്ചു പഠിച്ചാൽ മാത്രമേ നമ്മളിന്ന് കിടക്കാച്ച ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫേസ് മുടിയൊക്കെ ഫുള്ള് മാറി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് എടുത്ത വൈൻഡപ്പ് വീഡിയോ കറക്റ്റായിപ്പോയി. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്തിരുന്നത് ഈ വീഡിയോ. എക്സാം കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കുണ്ട് ആ വീഡിയോ കറക്റ്റായി പോയിട്ട് അതുകൊണ്ട് നല്ല വിഷമത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം നമ്മൾ എന്താ പറയുക വൈൻഡപ്പ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനത്തെ കിളങ്ങളും വീഡിയോസ് എന്തെങ്കിലും. അപ്പോൾ ബൈ ബൈ ഗൈസ്, ബൈ ബൈ.